ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പേ ദ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റോറിയെ പറ്റിയോ അതിൻ്റെ വൺ ലൈനെ പറ്റിയോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിൽ നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമ്മുടെ ചാനലിനടിയിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേക്കുക. അതായിരിക്കും നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും നല്ലൊരു സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് 1679 ന്യൂയോർക്ക് സിറ്റി. ഇപ്പോൾ കാണിക്കുമ്പോൾ 3 കുട്ടികൾ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയുള്ള സ്ഥലം അതിനകത്ത് ഒളിച്ചിരിക്കുന്നു. ഇതിന് മുകളിലാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇവർ 3 പേര് പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്. കാരണം അതിനുള്ളിലേക്ക് എന്തോ കയറുന്നതുപോലെ അവരുടെ അമ്മ ഇതിനു മുന്നേ തന്നെ അത് പിടിച്ചിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ തടിയെല്ലാം പൊളിച്ച് ആ കാര്യം ഉള്ളിലേക്ക് വന്ന് ഈ കുട്ടികളെ പിടിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ചാർലി എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യനാണ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഉറക്കെഴുന്നേറ്റ് ചാർലി കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ജനാലയുടെ അരികിലേക്ക് ചെന്നിട്ട് ആ ജനാല വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിഞ്ഞു വരുമ്പോൾ അവൻ്റെ പുറകെ എന്തോ ഒരു നിഴൽ പോകുന്നത് പോലെ, കൂടാതെ അവൻ ആ വശത്തേക്ക് നിൽക്കുമ്പോൾ അവൻ്റെ പിറകിലായിട്ട് ഏതോ ഒരു രൂപ നിൽക്കുന്നത് പോലെ കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച ചാർലി നേരെ അവൻ്റെ അമ്മയായിട്ടുള്ള ക്രിസ്റ്റീൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യം പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റീൻ അത് വലിയ കാര്യമാകത്തില്ല. കുട്ടികളായതുകൊണ്ട് തന്നെ അവർ സ്വപ്നം കാണുമായിരിക്കും. അതുകൊണ്ട് നീ ഈ സ്വപ്നം കണ്ടതാണ്, പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ ചാർലി ഒരിക്കലും റൂമിലേക്ക് പോകത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ചാർലിയുടെ അച്ഛൻ മൈക്ക് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ചാർലി ഈ കാര്യം അവൻ്റെ അച്ഛനോട് പറയുമ്പോൾ മൈക്ക് ഇപ്പോൾ അവനെ പൊക്കിയെടുത്ത് അവനെ നല്ലതുപോലെ തന്നെ ഉറക്കിയിട്ട് നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുകയും ചെയ്യും. പക്ഷെ അപ്പോഴും ചാർലി ഉറങ്ങാതെ അവൻ്റെ അച്ഛനോട് ജനാലയുടെ പിറകിൽ ഞാനൊരു കാര്യം കണ്ടു എന്ന് പറയുമ്പോൾ മൈക്ക് അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മൈക്ക് പറയും, അവിടെ ഞാനൊന്നും കണ്ടില്ല, എന്തായാലും നീ കിടന്നുറങ്ങും, നമുക്ക് നാളെ രാവിലെ ഹാലോവീന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹാലോവീൻ ഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഡിഫറൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമെല്ലാം ധരിച്ച് മിഠായികൾ വാങ്ങിക്കാനായിട്ട് വെളിയിലേക്ക് പോകും. ഇപ്പോൾ ചാർലിയും അതുപോലെ തന്നെ ഒരു കോസ്റ്റ്യൂമെല്ലാം ധരിച്ച് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ചാർലി അവൻ്റെ ടാബിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവനത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ക്രിസ്റ്റി അവനോട് ചോദിക്കുന്നത്, അല്ല നീ ഇതെവിടെ നിന്നാ കണ്ടേ, എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ജനാലയുടെ പുറത്ത് കണ്ട രൂപമാണ്, കണ്ടപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട മൈക്കും ക്രിസ്റ്റിയും അത് അപ്പോഴും വലിയ കാര്യമാകുന്നില്ല. അവ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റിയിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അവൻ വെറുതെ വരയ്ക്കുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു ഹാലോവിൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വെളിയിലേക്ക് പോവാണ്. ഇവിടെ മൈക്കിനെ കാണിക്കുമ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ഒരു ടീച്ചറായിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ ഈ പഠിപ്പിക്കുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസവും അവൻ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ചാർലി, അവൻ്റെ അമ്മ, അതേപോലെ തന്നെ മറ്റു കുട്ടികൾ ഇവരെല്ലാവരും തെരുവിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ചാർലി ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് വലിയൊരു കഴുകനെ കാണുന്നു. ഇതിനെ കണ്ട ചാർലി അവൻ്റെ അമ്മയെ വിളിച്ചിട്ട് ദേ അവിടെ ഒരു കഴുകനുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ ചാർലിയുടെ അമ്മയ്ക്ക് ഒരിക്കലും ആ കഴുകനെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈക്ക് ഇപ്പോഴാണ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ഈ പാർട്ടിയിൽ ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോഴേക്കും തന്നെ നല്ല രാത്രിയായി. ഇപ്പോൾ ചാർലി മൈക്കിനോട് പറയും, അച്ഛൻ നമുക്ക് ആ ഒരു പരേഡിന് പോയാലോ? അപ്പോൾ ക്രിസ്റ്റി പറയും, ഇല്ലല്ല ഒരുപാട് ലേറ്റായി, എന്തായാലും പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മൈക്ക് ചാർലിയെ കൊണ്ട് നേരെ ആ ഒരു പരേഡ് കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ പരേഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്, നല്ല തിരക്കാണ്. അതിനിടയിൽ ഇവർ നടന്നു പോകുമ്പോഴും നമ്മുടെ ചാർലി ആ ഒരു കഴുകനുണ്ടല്ലോ അതിനെ കാണുന്നുണ്ട്. കാരണം അത് ചാർലിയെ തന്നെ പിന്തുടർന്ന് വരികയാണ്. അങ്ങനെ ഇതിനെപ്പറ്റി മൈക്കിനോട് പറയുമ്പോൾ മൈക്കും അത് വലിയ കാര്യമാക്കുന്നില്ല. അപ്പോഴാണ് ചാർലി തൻ്റെ ക്യാമറ എടുത്ത് അവിടെയെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത രൂപത്തെ അവൻ കാണുന്നത്. അത് അവനെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നത് പോലെ. അപ്പോൾ ഇതിനെ കാണുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാർലിയെ അവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഇത്രയും നേരം മൈക്കിൻ്റെ കയ്യിൽ പിടിച്ചു വയ്ക്കുമായിരുന്നു ചാർലി. പക്ഷേ ഈ സെക്കൻഡുകൾ കൊണ്ട് അവൻ എങ്ങനെ കാണാതായെന്ന് മൈക്കിന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ മൈക്ക് ആ സ്ഥലം മുഴുവനായിട്ട് ചുറ്റി നോക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയെല്ലാം ചുറ്റി നോക്കിയിട്ടും ചാർലിയെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള 1-2 പേരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ മൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ ചിലപ്പോൾ പേടിച്ചിട്ട് വീട്ടിലേക്ക് പോയി കാണും എന്ന് വിചാരിച്ച് നേരെ വീടിനടുത്ത് ഇങ്ങനെ ഓടിച്ചെല്ലാണ്. ഓടിച്ചെന്ന് വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ചാർലി വന്നിട്ടില്ല. ഇപ്പോൾ ക്രിസ്റ്റീനോട് ഈ കാര്യം പറയുമ്പോഴത്തേക്കും അവൾ പറയും, നിങ്ങൾക്ക് നമ്മുടെ കുട്ടിയെ നോക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ വഴക്ക് പറഞ്ഞ് ഇവർ രണ്ടുപേരും തിരിച്ച് ആ പരേഡ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. അവിടെ വന്നിട്ട് രണ്ടുപേരും നല്ലതുപോലെ എല്ലാ സ്ഥലവും നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അവസാനം അവർ പോലീസിനെ വിളിക്കും.
അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് അവർ പരാതി കൊടുത്ത് അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ക്രിസ്റ്റീൻ നല്ലതുപോലെ കരയാൻ തുടങ്ങും. കാരണം അവൾ ചാർലിയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ മൈക്കിന് സഹിക്കാൻ കഴിയാതെ അവനും ഒരിടത്തിരുന്ന് ഇങ്ങനെ കരയാണ്. അതുമല്ല ചാർലിയുടെ കൈ അവൻ എപ്പോഴും പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അവൻ എങ്ങനെ പെട്ടെന്ന് കാണാതായി എന്നുള്ള കാര്യം മൈക്കിന് ഇപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു മിസ്റ്ററി ആയിട്ടാണ് അവന് തോന്നുന്നത്. അങ്ങനെ ഇത്രയും നേരം മൈക്ക് അത് ആലോചിച്ച് കിടന്ന് അവസാനം ചാർലിയുടെ റൂമിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ആ റൂമിലെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ ഉള്ളതുപോലെ ആ ഒരു പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ മൈക്കിൻ്റെ പുറകിൽ ചാർലി വന്നിങ്ങനെ നിൽക്കുന്നതും ഹേയ് ചാർലി, നീ എവിടെയാ പോയെ? നിന്നെ എത്ര അന്വേഷിച്ചെന്നറിയോ എന്നെല്ലാം പറഞ്ഞ് ചാർലിയോട് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ആ ജനാലയുടെ പുറത്ത് അച്ഛൻ ആരെയും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആരെയും കണ്ടില്ല, അവിടെ ഒരാൾ നിൽപ്പുണ്ടെന്ന് പറയുന്നതും മൈക്ക് അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ വീണ്ടും ആരെയും കാണുന്നില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല, അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നതും ഇപ്പോൾ മൈക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നല്ല ഇരുണ്ട ഒരു നിഴലിനെ അവൻ കാണുന്നുണ്ട്. അതും അവൻ അടുത്തേക്ക് വരുന്നത് പോലെ പെട്ടെന്ന് അവൻ പേടിച്ച് കണ്ണു തുറക്കുമ്പോൾ ഇത്ര നേരം കണ്ടത് സ്വപ്നമായിരുന്നു. അങ്ങനെ നമ്മുടെ ചാർലിയെ കാണാതായിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അതുമല്ല, ചാർലിയെ കാണാതാവാൻ കാരണം മൈക്കാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റീൻ അവനെ വിട്ടിപ്പോൾ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചല്ല കഴിയുന്നത്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മൈക്കിന് ചാർലിയെ പറ്റിയുള്ള ഓർമ്മകൾ മാറിപ്പോകുന്നില്ല. പല പല കാര്യങ്ങൾ അവൻ കാണുന്നുണ്ട്. അതുപോലെ ചാർലിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു കാര്യം അവൻ ഇപ്പോഴും അത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഹാലോവീൻ രാത്രിയാവാൻ പോകുന്നത് ഇനി 3 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മൈക്ക് ജോലിക്ക് പോകുമ്പോഴെല്ലാം ചാർലിയെ മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അത് എല്ലായിടത്തും അവനിങ്ങനെ ഒട്ടിക്കുകയാണ്. അതും ഈ 1 വർഷമായിട്ട്. അങ്ങനെ ഒരു ദിവസം ഒരിടത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ബസ്സിൽ നമ്മുടെ ചാർലി അങ്ങനെ പോകുന്ന കാര്യം മൈക്ക് കണ്ടിട്ട് ആ ബസ്സിൻ്റെ പുറകെ തന്നെ ഓടും. കുറേ ദൂരം ഓടി അവസാനം ആ ബസ്സിനകത്തേക്ക് കയറി. ബസ് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചാർലി ഇല്ല. അവനത് തോന്നിയതാണ്. അങ്ങനെ കുറേ ദൂരം ചെന്നിട്ട് ആ ഒരു ബസ്സിൽ നിന്ന് അവൻ താഴേക്ക് ഇറങ്ങി. ഇപ്പം അടുത്ത സ്റ്റോപ്പിൽ അവൻ നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഒരു കഴുകൻ ഇങ്ങനെ പറക്കുന്നുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെയുള്ള ചുമരിലെ പേ ദ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്ക് ഒരു കാര്യം ആലോചിക്കുന്നത്. ചാർലി ഇടയ്ക്ക് ഇതുപോലെയുള്ള വാക്കുകളെല്ലാം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ അതിനുള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോവും. അങ്ങനെ മൈക്ക് അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ബിൽഡിങ്ങിനുള്ളിൽ വീടില്ലാത്ത ഭിക്ഷയാചിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളും അതേപോലെ തന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്നവർ, ഇവരെല്ലാവരും കഴിയുന്ന സ്ഥലമാണ്. അവിടേക്ക് ഇറങ്ങിച്ചെന്ന മൈക്ക് എല്ലാവരോടും ചോദിക്കും, ഇതിന് മുകളിൽ പേ ദ ഗോസ്റ്റ് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, അതിനർത്ഥം എന്താണ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കണ്ണ് കാണാൻ കഴിയാത്ത ഒരാൾ വന്നിട്ട് മൈക്ക് സംസാരിക്കുന്ന ഈ കാര്യം കേട്ട് ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ആൻസർ അല്ലേ വേണ്ടേ, എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് മൈക്കിനെ അയാൾ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുറേ ദൂരം മൈക്കിനെ അയാൾ കൊണ്ടുപോയിട്ട് ഒരു വലിയ ചുമരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും അതിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ കാര്യം നമ്മുടെ മൈക്ക് കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ മൈക്കിൻ്റെ പിറകിലായിട്ട് ചാർലിയെ ഫോളോ ചെയ്ത ആ ഒരു ഷാഡോ രൂപം അത് മൈക്കിൻ്റെയും പുറകിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകുന്നതും ഇപ്പോൾ ഈ കണ്ണ് കാണാത്ത ആള് ഈ വാക്ക് എന്താണ് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അവനോട് പറഞ്ഞു കൊടുക്കുന്നില്ല, ഇത് മാത്രമേ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ മൈക്ക് ആ ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് വരുമ്പോൾ മൈക്കിന് ഒരു കാര്യം മാത്രം മനസ്സിലായി, ഈ വാക്കും ചാർലിയെ കാണാതായിട്ടുള്ള ആ ഒരു കാര്യം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൈക്ക് നേരെ പോകുന്നത് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഹെന്നയുടെ അടുത്തേക്കാണ്. ഇപ്പോൾ ചാർലിയെ കാണാതായതിനു ശേഷം അവനെ വിശ്വസിക്കുന്ന, അവനെ പല കാര്യങ്ങളിലും ചാർലിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് വരെ ഹെന്നയാണ്. അങ്ങനെ കുറച്ചു നേരം ഹെന്നയോട് സംസാരിച്ച് അത് കഴിഞ്ഞ് മൈക്ക് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ ചാർലിയുടെ കേസ് അന്വേഷിക്കുന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ മകനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോഴും ആ പോലീസുകാരൻ പറയുന്നത്. അപ്പോൾ ആ ഓഫീസറിൻ്റെ പേര് ജോർഡൻ എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ മൈക്ക് നല്ലതുപോലെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, പോലീസിനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഒരു ദേഷ്യം മുഴുവനായിട്ടും അവിടെ പറഞ്ഞു തീർത്ത് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ മൈക്ക് വീണ്ടും ആ കാണാതായിട്ടുള്ള പോസ്റ്ററുകളുണ്ടല്ലോ അത് അവിടെ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. പിന്നീട് മൈക്ക് പോകുന്നത് ക്രിസ്റ്റീനെ കാണാൻ വേണ്ടി, അവളോട് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ അവൾക്ക് ഇപ്പോഴും മൈക്കിനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ മൈക്ക് പുറകെ ചെന്ന് അവളോട് കാല് പിടിച്ച് അവളോട് പറഞ്ഞ് അവസാനം അവളെയും കൂടി ഒരു കോഫി ഷോപ്പിലേക്ക് ചെന്നിട്ട് ഈ 1 വർഷത്തിനുള്ളിൽ നമ്മുടെ മൈക്ക് ചാർലിയെ പറ്റി അന്വേഷിച്ച ആ ഒരു എവിഡൻസ്, അവൻ കളക്ട് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം ക്രിസ്റ്റീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇപ്പോൾ അവസാനമായിട്ട് കണ്ട ആ ഒരു വാക്കുണ്ടല്ലോ പേ ദ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ആ വാക്കിനെ പറ്റിയും ക്രിസ്റ്റീനോട് പറഞ്ഞിട്ട് ചാർലിയെ കാണാതാവുന്നതിന് മുന്നേ അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ എനിക്ക് ചാർലിയെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ക്രിസ്റ്റീനോട് പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റീൻ അത് വലിയ രീതിയിൽ വിശ്വസിക്കാതെ ഇപ്പോഴും നമ്മുടെ ചാർലിയെ കാണാതാവാനുള്ള ഒരു കാരണം മൈക്ക് അവനെ നല്ലതുപോലെ നോക്കാത്തത് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മകൻ കാണാതായി, ഇനി ഇതിൻ്റെ പിറകെ നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല, കാരണം
ചാർലി ഇപ്പോൾ മരിച്ചെന്നുള്ള രീതിയിൽ വരെ ക്രിസ്റ്റീൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ മൈക്കും തൻ്റെ വീട്ടിലാകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റീൻ അവളുടെ റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രിയിലെ താഴെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ക്രിസ്റ്റീൻ പെട്ടെന്ന് റൂമിന് താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ചാർലിയുടെ സൈക്കിൾ ഉണ്ടല്ലോ അതിങ്ങനെ അനങ്ങുന്നുണ്ട്. അത് അനങ്ങി പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ ഈ കാര്യം കണ്ട ക്രിസ്റ്റീൻ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മുടെ മൈക്കിനെ വന്ന് കണ്ട് ഈ കാര്യം പറയാണ്. ഇപ്പോൾ ക്രിസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മൈക്ക് പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകൻ നമ്മളോട് എന്തോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് ഈ കാര്യം തിരക്കാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്നത് ഇതിനു മുന്നേയുള്ള ഒരു ഹാലോവീൻ രാത്രിയിൽ അലക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യനും മിസ്സിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലക്സിന്റെ വീട്ടിലേക്ക് പോയിട്ട് ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവന്റെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അലക്സിന്റെ അച്ഛൻ അലക്സിനെ കാണാതായതിനു ശേഷം എപ്പോഴും മദ്യപിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അയാളിപ്പോൾ വെളിയിലൊന്നും പോകാതെ ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ മൈക്ക് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ജോർഡൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരുണ്ടല്ലോ അയാളെ വിളിച്ചിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചാർലിയെ കാണാതായിട്ടുള്ള ആ രാത്രി തന്നെ അലക്സ്, മിയ അതുപോലെ തന്നെ മറ്റൊരുപാട് കുട്ടികളും ആ രാത്രിയിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം ജോർഡനെ വിളിച്ച് പറയുമ്പോൾ ജോർഡൻ പറയും, ശരി നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം സത്യമാണോ ഇല്ലെന്ന് ഞാനൊന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അവൻ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്റ്റീൻ ഉണ്ടല്ലോ മൈക്കിനെ അവളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് മൈക്ക് ഇതുപോലെ അവളോടൊപ്പം ഒരു ഡിന്നർ തന്നെ കഴിക്കാൻ പോകുന്ന ആ ഒരു സന്തോഷത്തിൽ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ജോർഡൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ മിയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ അമ്മയെ കാണാനായിട്ട് പോവാണ്. കാരണം നമ്മുടെ മൈക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അങ്ങനെ ജോർഡൻ മിയയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അന്ന് മിയേനെ കാണാതായിട്ടുള്ള ആ ഒരു രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മിയയുടെ അമ്മ പറയും, എൻ്റെ മകളെയും കാണാതായിട്ട് കുറേ നാളുകളായി. എൻ്റെ മകളെയും കാണാതായതിന് ശേഷം ഇത്രയും വർഷത്തിനിടയിൽ അവളുടെ പ്രസൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുമല്ല അവളെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പോഴേക്കും ജോർഡൻ ഒരു സംശയം കാരണം മൈക്ക് പേ ദ ഗോസ്റ്റ് എന്നുള്ള ആ ഒരു വാക്കിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അതിനെപ്പറ്റി മിയയുടെ അമ്മയോട് ചോദിക്കുന്നതും പെട്ടെന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിലെ അടുക്കള ഭാഗം അവിടെയെങ്ങും കത്തിപ്പിടിക്കുന്നു. അതുമല്ല ആ തീ നേരെ വരുന്നത് മിയയുടെ അമ്മയുടെ അടുത്തേക്ക്. ഇത് കണ്ട ജോർഡൻ അവരെ അങ്ങ് പിടിച്ചു മാറ്റുന്നതും ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിനെ കാണിക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റീനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് കുളിക്കുകയാണ്. മൈക്കാണെങ്കിൽ ആ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലെ പവർ അങ്ങ് കട്ടാവുന്നു. അതുമല്ല മൊത്തത്തിൽ ഇരുട്ടായിപ്പോയി. അങ്ങനെ നമ്മുടെ മൈക്ക് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും 3 കുട്ടികളുടെ തലയിൽ എന്തോ ചാക്ക് കൊണ്ട് മൂടിയിട്ട് അവരെ 3 പേരുടെയും കൈയും കെട്ടി വെളിയിലിങ്ങനെ നിർത്തിയേക്കാണ്. അങ്ങനെ ഇത് കണ്ട മൈക്ക് പതിയെ പേടിച്ച് ആ ജനാലയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആഹാ കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അവന്റെ റൂമിനകത്തും ഇതുപോലെ ഒരുപാട് കുട്ടികളുടെ പ്രേതങ്ങൾ വന്ന് നിൽക്കുന്നത് പോലെ അവരെല്ലാവരും ഹാലോവിൻ രാത്രിയിൽ ആ ഒരു കോസ്റ്റ്യൂം ധരിച്ച അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും പവർ വരുന്നതും ഇപ്പോൾ ഇവൻ കണ്ട എല്ലാവരും അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ക്രിസ്റ്റീൻ വരുമ്പോഴത്തേക്കും അവളോട് മൈക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് മൈക്ക് പറയുന്ന ഒരു കാര്യം ക്രിസ്റ്റീൻ വിശ്വസിക്കുന്നത്. ഇതിലൂടെ തന്നെ അവളും പറയുന്നത് ഇതിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കാം നമുക്ക് തരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്. ആ ലേഡിയെ ഇവർ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആത്മാക്കളോ പ്രേതങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അങ്ങനെ ആദ്യം അവർ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും അവർക്ക് ഫീൽ ചെയ്യത്തില്ല. കുറച്ചു നേരം ആ റൂമിനകത്ത് നിന്നിട്ട് ആ ജനാലയുടെ അടുത്തേക്ക് ചെന്ന് എന്തോ ഒരു കാര്യം ഫീൽ ചെയ്ത് അവർ ആ ഒരു കർട്ടൻ മാറ്റി വെളിയിലേക്ക് നോക്കുമ്പോൾ ജനാലയുടെ വെളിയിൽ കാണുന്നതെല്ലാം ഇരുട്ടാണ്. അതേപോലെ തന്നെ അവർ പെട്ടെന്ന് ആ ഒരു ജനാല തുറക്കുന്നതും ശക്തമായിട്ടുള്ളൊരു കാറ്റ് അവരെ വലിച്ചെടുത്ത് അവിടെയുള്ള ചുമരിലേക്ക് കൊണ്ടങ്ങി ഇടിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ കഴുത്തിൽ പിടിച്ചിട്ട് ഈ സീലിംഗിലേക്ക് അവരിങ്ങനെ പൊക്കിയെടുത്തിട്ട് പോവാണ്. ഇത് കണ്ട മൈക്കും ക്രിസ്റ്റ്യനും പേടിച്ചിങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് അവരെ താഴേക്കിടുന്നു. മൈക്ക് ഓടി വന്ന് അവരെ പിടിക്കുമ്പോഴത്തേക്കാണ് അവരുടെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും കറുത്ത രീതിയിൽ എന്തോ ഒഴുകുന്നുണ്ട്. ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോലീസിനെ ഇവിടേക്ക് വിളിക്കും. അപ്പോൾ ജോർഡനെ അവിടേക്ക് വന്നിട്ട് ആ സ്ത്രീയുടെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നടന്ന കാര്യം എന്താണെന്ന് മൈക്ക് ജോർഡനോട് പറയും. പക്ഷെ ജോർഡനാണെങ്കിലോ എല്ലാ രീതി കൊണ്ടും നോക്കിയിട്ട് ഇപ്പോൾ മൈക്കിനെയാണ് സംശയിക്കുന്നത്. കാരണം ഇതൊരു സൂപ്പർ നാച്ചുറൽ കാര്യമായതുകൊണ്ട് തന്നെ വേറെ ആരും ഇതങ്ങനെ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മൈക്കിനെ അറസ്റ്റ് ചെയ്യാതെ അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പം അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ക്രിസ്റ്റ്യൻ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അവളുടെ ഐപാഡ് പെട്ടെന്ന് തിളങ്ങുന്നു. എന്താണെന്ന് എഴുതിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിനു മുന്നേ നമ്മുടെ ചാർലി കാണിച്ച അവൻ വരച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ അതിപ്പോൾ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇത്തവണ അവൾ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു നിഴലുണ്ടല്ലോ അതിന് പിറകിലായിട്ട് ഒരു കുട്ടി ഒളിച്ചു നിൽക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അതെന്തായാലും ചാർലി ആയിരിക്കും എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ചാർലി എന്തോ ഒരു കാര്യം ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൈക്ക് റൂമിൽ നിന്നും ക്രിസ്റ്റ്യന്റെ റൂമിൽ എന്തോ ശബ്ദം കേട്ട് അവിടേക്ക് നടന്ന് ചെല്ലാണ്. പതിയെ ചെന്ന് ആ ഒരു ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ ക്രിസ്റ്റ്യൻ സാധാരണ പോലെയല്ല, ഒരു വല്ലാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു.
മൈക്ക് അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്രിസ്ത്യൻ തിരിഞ്ഞിട്ട് ഡാഡി അതെന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കാൻ പറയുമ്പോൾ ചാർലിയുടെ ആത്മാവ് ഇപ്പോൾ ക്രിസ്ത്യന്റെ ശരീരത്തിൽ കയറിയിട്ട് അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മൈക്കിനോട് പറയാണ്. അതേപോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു കത്രിക എടുത്തിട്ട് അവളുടെ ശരീരം മുഴുവനായിട്ട് കീറാൻ തുടങ്ങുന്നു. ഇത് കണ്ട മൈക്ക് ഓടി വന്നത് തടയുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്രിസ്ത്യന്റെ ബോധം പോയി. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് ഇപ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. കാരണം ഇത്രയും നേരം അവൾ എന്താണ് ചെയ്തതെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല. അങ്ങനെ ക്രിസ്ത്യന്റെ കയ്യിൽ ആ മുറിവെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതും എന്തോ ഒരു സിമ്പൽ പോലെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും പോകുന്നത് ഹെന്നയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവളുടെ അടുത്തേക്ക് ചെന്ന് ഈ ഒരു സിമ്പലിന് അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഈ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിമ്പലുകൾ, ഇതിനെപ്പറ്റിയെല്ലാം അറിയാൻ വേണ്ടി അത്ര ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യും. അങ്ങനെ അവസാനം അവൾ സെർച്ച് ചെയ്ത ആ ഒരു സിമ്പൽ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു സ്ത്രീ ബ്ലാക്ക് മാജിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ കണ്ടുപിടിച്ച് അവരെ ചുട്ടരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവരുടെ 3 കുട്ടികളെയും. അപ്പോൾ ഈ സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. 3 കുട്ടികളെ ഒരു ബേസ്മെന്റിൽ ഒളിച്ചിരിക്കുന്നതും മുകളിൽ അവരുടെ അമ്മ ആരെ കൊല്ലുന്നത് പോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ ആ സ്ത്രീയാണ് ആ നാട്ടുകാർ കണ്ടുപിടിച്ച് ആ സ്ത്രീയെയും അതേപോലെ തന്നെ അവരുടെ 3 കുട്ടികളെയും ചുട്ടരിക്കുമായിരുന്നു. അന്ന് മരണപ്പെടുന്നതിന് മുന്നേ ആ സ്ത്രീ ഒരു ശബ്ദം ചെയ്തിരുന്നു, എല്ലാ ഹോളോവീൻ രാത്രിയിലും അതേപോലെ തന്നെ 3 കുട്ടികളെ ഞാൻ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ശബ്ദം ചെയ്തതുകൊണ്ടാണ് അതിനുശേഷമുള്ള ഓരോ ഹാലോവീൻ രാത്രിയിലും ആ സ്ത്രീയുടെ ആത്മാവ് ഇവിടേക്ക് വന്ന് 3 കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതുമല്ല, ആ സ്ത്രീ ഒരു ഐറിഷുകാരിയാണെന്നും ഈ സിറ്റിയിൽ തന്നെയുള്ള ഒരു വില്ലേജിലാണ് അവർ താമസിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ആ സ്ഥലത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ മൈക്കും ക്രിസ്റ്റിയും നേരെ അവിടേക്ക് പോവാണ്. കാരണം ആ സിറ്റിയിൽ കൂടുതലായിട്ടും താമസിക്കുന്നത് ഐറിഷ് ജനങ്ങളാണ്. അങ്ങനെ രണ്ടുപേരും രാത്രിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം പ്രത്യേകതരം കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് ചെറിയ പാവകളുണ്ടല്ലോ അത് തീയിലേക്ക് ഇടുന്നുണ്ട്. എന്തോ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ആ മന്ത്രവാദിനിയായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ അവരുടെ ശബ്ദത്തിനെതിരായിട്ടാണ് ഇവർ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കാണ് അവിടെ ഡോക്ടറായിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ടുള്ള ലേഡി ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ മൈക്കും ക്രിസ്റ്റിയും അവരുടെ മകനായിട്ടുള്ള ചാർലിയെ കാണാതായിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സ്ത്രീയോട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അതെ, ഇതിനെല്ലാം കാരണം ആ മന്ത്രവാദിനി സ്ത്രീയാണ്. എല്ലാ ഹാലോവീൻ രാത്രിയിലും അവർ വന്ന് 3 കുട്ടികളെ അവരിവിടെ നിന്ന് കൊണ്ടുപോകും, അതും ഇരുട്ടിന്റെ ലോകത്തേക്ക്. ഇവരെല്ലാം വിശ്വസിക്കുന്നത് ഹാലോവീൻ രാത്രിയിലെ പ്രേതങ്ങളുടെ ആ ഒരു ലോകത്തിലെ വാതിൽ തുറന്ന് ഭൂമിയിലേക്ക് അവർക്ക് വരാൻ കഴിയും. അങ്ങനെയാണ് അവർ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ആ മന്ത്രവാദിനിയുടെ പ്രേതം കുട്ടികളുടെ ആത്മാക്കളെയാണ് പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുന്നേ ആ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് ഈ കാര്യം അറിയിക്കാൻ വേണ്ടി പല രീതിയിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹാലോവീൻ ഡേ ഉണ്ടല്ലോ അത് കഴിയുന്നതുവരെ ഇവർക്ക് കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അതിനു മുന്നേ തന്നെ ഇവർക്ക് ചാർലിയെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും മനസ്സിലാക്കും. അതിന് ഇവർ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഈ 2 ലോകങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടൽ ഉണ്ടല്ലോ അതാണ്. ഇത് മനസ്സിലാക്കി നമ്മുടെ മൈക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഹെന്നയെ വിളിച്ചിട്ട് ആ മന്ത്രവാദിനിയെ പറ്റിയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഹെന്നയോട് പറയാണ്. അപ്പോഴാണ് ഹെന്ന ആ മന്ത്രവാദിനിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുന്നത് ആ മന്ത്രവാദിനിയായിട്ടുള്ള ലേഡിയുടെ പേര് ആനി എന്നാണ്. അവൾ മന്ത്രവാദത്തിലൂടെ എല്ലാവരെയും ഉപദ്രവിക്കും എന്നാണ് ആ നാട്ടുകാർ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവരെല്ലാവരും അവളെ കൊന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഹെന്ന ആ പോർട്ടലിലേക്കുള്ള ആ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ അത് ഇവർക്ക് രണ്ടുപേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഈ അഡ്രസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നുള്ള ആ വിശ്വാസത്തിൽ അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മന്ത്രവാദിനിയുടെ പ്രേതം ഇവരെ തടയാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കഴുകനുണ്ടല്ലോ അത് പറന്നു വന്ന് ഇവരുടെ കാറിലേക്ക് ഇടിക്കുന്നതും കാറിന്റെ നിയന്ത്രണം വിട്ട് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചങ്ങ് നിൽക്കുന്നു. അതേസമയം ഇവിടെ ഹന്നയെ കാണിക്കുമ്പോൾ അവൾ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കി ആ ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് വരാൻ ശ്രമിക്കുന്നതും അതിനകത്ത് ആ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ആത്മാവ് വന്ന് നമ്മുടെ ഹന്നയെ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. അവൾ തെറിച്ച് താഴേക്ക് വീഴുന്നതും ഹന്ന അവിടെ വെച്ച് തന്നെ മരിക്കാണ്. ഇപ്പൊ അവൾ മനസ്സിലാക്കിയ ആ കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ അവൻ ക്രിസ്റ്റീനെ വിട്ടിട്ട് ഇപ്പൊ ഇവിടേക്ക് ഓടിപ്പോവാണ്. ഓടി ചെല്ലുന്നത് എവിടെയെന്നറിയോ? പേ ദ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ പിച്ചക്കാരും അതേപോലെ തന്നെ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം താമസിക്കുന്ന ഒരു സ്ഥലം. അവിടേക്കാണ് ഓടി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ മറ്റാരെയും കാണുന്നില്ല. പകരം കണ്ണ് കാണാൻ കഴിയാത്ത ആ ഒരാൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പോഴാണ് കണ്ണ് കാണാൻ കഴിയാത്ത അയാള് മൈക്കിനോട് പറയുന്നത് ഈ രാത്രി തന്നെ നീ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആനിയുടെ ആത്മാവിനെ തേടിയായിരിക്കണം നീ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മൈക്ക് പറയും, അതെ, അവളുടെ ആ ഒരു ലോകത്തേക്ക് പോകാനുള്ള ആ ഒരു പോർട്ടൽ അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കണ്ണ് കാണാത്ത അയാൾക്ക് മൈക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ട് അവനെ വിളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്. പുക നിറഞ്ഞൊരു സ്ഥലവും അതേപോലെ തന്നെ അതിലൂടെ ഒരു പാലമുണ്ട്. അവിടേക്ക് കൊണ്ടാക്കിയിട്ട് മൈക്കിനോട് പറയുന്നുണ്ട്, അധികം താമസിക്കാതെ നീ പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നീ അതിനുള്ളിൽ പെട്ടുപോകും. അങ്ങനെ അത് കേട്ട മൈക്ക് ആ പാലത്തിലൂടെ തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴും ഒന്നും കാണാൻ കഴിയുന്നില്ല, കാരണം നല്ല പുകയാണ്.
അങ്ങനെ അവസാനം മൈക്ക് ആ പാലം കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുന്നതും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? ഒരുപാട് കുട്ടികളുടെ ആത്മാക്കള് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ മൈക്ക് എൻ്റെ മകൻ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളുടെ ആത്മാക്കളും കൈ ഇങ്ങനെ പൊക്കുകയാണ്, കാരണം അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ മൈക്ക് ഈ ആത്മാക്കളുടെ ഉള്ളിലൂടെ തന്നെ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഓരോ കൈകളിൽ തൊടുമ്പോഴും അതെല്ലാം മാഞ്ഞിങ്ങനെ പോവാണ്, കാരണം ഈ കുട്ടികളൊന്നും ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അവസാനം നടന്ന് മൈക്ക് ചാർലിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ ചാർലിയെ കൊണ്ട്, അതേപോലെ തന്നെ ചാർലിയോടൊപ്പം കൊണ്ടുപോയ 2 കുട്ടികളുണ്ടല്ലോ, ഇവരെ രണ്ടുപേരെയും കൂട്ടി മൈക്ക് ആ ഒരു പാലം കടന്ന് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ ഒരു മന്ത്രവാദിനിയുടെ പ്രേതം ഉണ്ടല്ലോ, അവര് വന്നിട്ട് മൈക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. മൈക്കിനെ ഇവിടെ നിന്ന് പോകാനായിട്ട്, ആ കുട്ടികളെ കൊണ്ട് പോകാനായിട്ട് അനുവദിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള കുട്ടികളുടെ ആത്മാക്കൾ എല്ലാം കൂടി പറന്നു വന്നിട്ട് ഈ ഒരു മന്ത്രവാദിനെ അങ്ങ് തടയും, കാരണം ഈ 3 കുട്ടികളെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അത് ചെയ്യുമ്പോഴത്തേക്കും മൈക്ക് ആ ഒരു അവസരത്തിൽ ഇവരെ 3 പേരെ കൂട്ടിയിട്ട് വീണ്ടും ആ ഒരു പാലം കടന്നിങ്ങനെ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി അവസാനം ഇവർ 3 പേരും ആ പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുന്നതും ഈ ഹാലോവീൻ രാത്രി ഇവിടെ വെച്ച് കഴിയുന്നതും പെട്ടെന്ന് ആ ഒരു സ്ഥലം അങ്ങ് ക്ലോസ് ആവുന്നുണ്ട്. അവിടെ വലിയൊരു ചുമര് വന്നങ്ങ് മൂടുകയാണ്. അപ്പൊ ഇനി അടുത്ത ഹാലോവീൻ രാത്രിയിൽ മാത്രമേ ആനിയുടെ പ്രേതം കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് മൈക്ക് ചാർലിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്രിസ്റ്റീൻ അവനെ കാണുന്നതും അത്രയ്ക്ക് സന്തോഷം ഓടി വന്നിങ്ങനെ കെട്ടിപ്പിടിക്കും. പക്ഷെ നമ്മുടെ ചാർലിക്കാണെങ്കിലോ ഈ 1 വർഷം നടന്ന ഒരു കാര്യവും അവന് ഓർമ്മയില്ല. അവൻ ആകെ ഓർമ്മയുള്ളത് അവസാന ഹാലോവീൻ രാത്രി മാത്രമാണ്. അപ്പോൾ മൈക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ക്രിസ്റ്റീനും ആകെ സമാധാനമായിട്ട്, ഇപ്പോൾ മൈക്കിനോട് അവൾക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറി. അങ്ങനെ ഇവർ 3 പേരും സന്തോഷത്തോടെ തന്നെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ വീടിന് വെളിയിലായിട്ട് ആ ഒരു കഴുകനുണ്ടല്ലോ, ചാർലിയെ ഫോളോ ചെയ്ത ആ കഴുകൻ ഇപ്പോഴും ഈ വീടിനെ തന്നെ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പറന്നിങ്ങനെ പോവാണ് മറ്റൊരു സ്ഥലത്തേക്ക്. എവിടേക്കാന്ന് വെച്ചാൽ ഹന്ന എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവൾ മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് അവളങ്ങ് കണ്ണു തുറക്കുന്നു. ഇതിലൂടെ എന്താണ് മനസ്സിലാവുന്നതെന്നറിയോ? ആനി എന്ന ആ മന്ത്രവാദിയുടെ പ്രേതം അടുത്ത ഹാലോവീന് മുന്നേ തന്നെ വീണ്ടും ഭൂമിയിൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.